ഹലോ നമസ്കാരം. സൈലം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് മാസ്റ്ററിംഗ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിനകത്ത് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ അടുത്തൊരു ടോപ്പിക്ക് നമുക്കിപ്പോ റീസെന്റ് ആയിട്ട് തന്നെ നമ്മുടെ പത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു വാക്കാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ സാധാ പി എസ് സി പരീക്ഷയ്ക്കും ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്, സിവിൽ സർവീസിന്റെ പരീക്ഷയ്ക്ക് എല്ലാത്തിനും നമുക്ക് ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വരുന്നതാണ് അല്ലെ. അപ്പോൾ നമുക്ക് സാധാ ഒരു പി എസ് സി പരീക്ഷ 10th ലെവൽ പരീക്ഷ പ്ലസ് 2 ലെവൽ ഏത് ഓർമ്മത്തിന് വന്നതാണ്. നമ്മുടെ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുന്നതിനെ നമ്മൾ എന്താണ് നമ്മൾ വിളിക്കുക? അതിന് നമ്മൾ വിളിക്കുന്നത് ഡീലിമിറ്റേഷൻ എന്നാണ്. അതിർത്തി പുനർനിർണയം എന്നാണ് നമ്മളതിന്റെ മലയാളത്തിൽ നമ്മൾ പറയുക. ഓക്കെ, അപ്പൊ ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ട് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സൗത്ത് സ്റ്റേറ്റ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു യൂണിറ്റ് ഒക്കെ ഫോം ചെയ്തിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പത്രങ്ങളിലൊക്കെ നമുക്കുണ്ട്. അത് എന്തുമായിക്കട്ടെ, വിവാദങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാറ്റി നിർത്താം. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആയിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം അല്ലെ. അപ്പോൾ ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ കൃത്യമായിട്ട് അതിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, മാൻഡേറ്റ് പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഓരോ ജനസംഖ്യയ്ക്ക് ശേഷവും സെൻസസ് എടുത്തതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം, ഡീലിമിറ്റേഷൻസ് നടത്തണം, അതിർത്തി പുനർനിർണ്ണയങ്ങൾ നടത്തണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ എന്താണ്, ചോദ്യങ്ങളല്ല, നമ്മുടെ ഭരണഘടന കൃത്യമായിട്ട് ആർട്ടിക്കിൾ 82 അത് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി. നമുക്ക് 2012 നടന്ന ഒരു ചോദ്യമാണ്, സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ഓർഡർ ഓഫ് ദ ഡീലിമിറ്റേഷൻ കമ്മീഷൻ cannot be challenged in a court of law. ഓക്കെ, നമ്മുടെ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ തീരുമാനങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. 2, when the order of delimitation commission laid before the Lok Sabha state legislative assembly, they cannot effect any modification in the orders. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ തീരുമാനങ്ങൾ പാർലമെന്റിലോ സംസ്ഥാന നിയമസഭകളിലോ സമർപ്പിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിനോ സംസ്ഥാന നിയമസഭയ്ക്ക് അതിനകത്ത് മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താനായിട്ട് സാധിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്ന് കണ്ടെത്താനാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ നിങ്ങൾ ക്ലാസിന്റെ ലാസ്റ്റ് മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിലും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് നമ്മൾ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പാർലമെന്റ് അതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് അതുമായ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിപക്ഷം പാർലമെന്റ് എന്ത് ചെയ്യുന്നു, ഇന്ന് ഇറങ്ങിപ്പോകുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നൊരു ആർട്ടിക്കിളാണ്. ഇപ്പോൾ നമുക്ക് നടക്കാൻ പോകുന്ന ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്ലിയർ കട്ടർ ആയിട്ടുള്ള ഒരു പിക്ചറും നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പറിനകത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം, നമുക്ക് 2021 നമ്മുടെ സെൻസസ് എന്ത് ചെയ്യേണ്ടത്, നടക്കേണ്ടത്. ഈ സെൻസസ് നടന്നതിന് ശേഷം, ഓരോ സെൻസസ് നടന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, ഡീലിമിറ്റേഷൻ നടത്താനായിട്ട്. കാരണം നമുക്ക് എത്രയാണ് നമ്മുടെ ജനസംഖ്യ എന്നുള്ളതും അതിന്റെ പ്രൊപ്പോർഷൻ എത്രയാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ ജനസംഖ്യ അനുസരിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിർത്തികൾ, മണ്ഡലങ്ങളുടെ അതിർത്തി, ലോക്സഭയാണെങ്കിൽ നിയമസഭയാണെങ്കിലും മണ്ഡലങ്ങൾ അതിർത്തികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുനർനിർണ്ണയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ 2021 നമുക്ക് സെൻസസ് എന്ത് ചെയ്യാൻ, പൂർത്തിയാക്കാനായിട്ട് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. അത് ഈ പറയുന്നത് കോവിഡ് മറ്റ് കാരണങ്ങൾ കൊണ്ട് അത് എന്ത് ചെയ്യാണ്, ഇങ്ങനെ നീണ്ടു പോവുകയാണ് ചെയ്തിരുന്നത് അല്ലെ. ഒരുപാട് നാളെ നീണ്ടു പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ നമുക്കറിയാം, ഈ ലോക്സഭയുടെ നിയമസഭകളുടെ ആ ഒരു സീറ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, 2026 വരെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. ഇപ്പൊ ലോക്സഭയുടെ സീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാക്സിമം 550 എന്നാണ് നമ്മൾ എന്ത് ചെയ്ത് 2026 വരെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 530 സീറ്റുകൾ നമ്മൾ സംസ്ഥാനങ്ങളിൽ നിന്നും 20 സീറ്റുകൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും നമ്മൾ എന്താണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അത്രയും വരെ പോകേണ്ട, 545 വരെ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്ത് എത്തിയിരിക്കുന്നത് അല്ലെ. ഈ നമ്മൾ ഇപ്പൊ നോക്കണേ, ഒരു സെൻസസുമായി ബന്ധപ്പെട്ട് പോപ്പുലേഷൻ പ്രൊപ്പോർഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജനസംഖ്യ നമ്മൾ കണക്കാക്കുന്ന 1971 ജനസംഖ്യ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ന് എന്ത് ചെയ്യാറ്, നമ്മൾ എപ്പോഴും പലയിടത്തും നമ്മൾ എന്ത് ചെയ്യാറ് പറയാറുണ്ട് അല്ലെ. ഇപ്പൊ രാഷ്ട്രപതിയുടെ ഇലക്ഷന്റെ കാര്യത്തിലാണെങ്കിലും അവിടെ വാല്യൂ ഓഫ് വോട്ട് ഓഫ് MP MLA ഒക്കെ നമ്മൾ എടുക്കും. ആ വാല്യൂ ഓഫ് വോട്ട് ഓഫ് MP MLA എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഈ പറയുന്നതിന്റെ ആ സെൻസസിന്റെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ, ജനസംഖ്യയുടെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ, അതെല്ലാം നമ്മൾ 71 സെൻസസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രീതിയിലുള്ളതാണ് നമ്മൾ പറയുന്നില്ല. 71 ജനസംഖ്യ അടിസ്ഥാനമാക്കിയിട്ടുള്ള സെൻസസിനെ എന്താണ് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ 2021 സെൻസസ് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനായാലും നമ്മുടെ സെൻസസ് മുൻ വർഷങ്ങളിലെക്കാട്ടിലും എന്തായിരിക്കും, വളരെ 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 എന്ത് ചെയ്യും, കൂടുതലായിട്ട് നമുക്ക് വരും അല്ലെ, കൂടുതലായിട്ട് നമുക്ക് വരും. അപ്പൊ ആ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ
നമ്മൾ ഈ പറയുന്ന സീറ്റുകളുടെ എണ്ണവും അതിനനുസരിച്ച് എന്ത് ചെയ്യും, വർദ്ധിക്കും അല്ലെ. പല ഭാഗങ്ങളിൽ നിന്ന് പറയുന്ന സീറ്റുകളുടെ എണ്ണം നമുക്ക് 1000-ന് മുകളിലേക്കൊക്കെ പോകുമെന്നാണ് പറയുന്നത്. പക്ഷെ ലോക്സഭയിൽ നമുക്ക് 843 സീറ്റുകളാണ് പുതിയ ലോക്സഭാ മണ്ഡലത്തിൽ നമുക്കുള്ളത് അല്ലെ. അപ്പോൾ ഈ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രൊപ്പോർഷണൽ റേഷ്യോ വെച്ച് നമ്മൾ ഈ പറഞ്ഞ ജനസംഖ്യയെ കണക്കാക്കി ഈ സീറ്റുകളുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്യുക, നിർണ്ണയിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാണ് അല്ലെ. അപ്പോൾ സൗത്ത് സ്റ്റേറ്റ്സിനൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ സീറ്റുകൾ നഷ്ടപ്പെടും എന്നുള്ളതും, നോർത്ത് സ്റ്റേറ്റ്സിനൊക്കെ കൂടുതൽ അവർക്ക് ജനസംഖ്യ കൂടുതലായതുകൊണ്ട് കൂടുതൽ സീറ്റുകളൊക്കെ ലഭിക്കും എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നമുക്ക് പറയുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ. പ്രധാനമായിട്ടും നമ്മൾ ഈ സീറ്റുകളുടെ എണ്ണം 2026 വരെ നമ്മൾ ഫിക്സ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനസംഖ്യ എന്ത് ചെയ്യുക, ഒന്ന് കൺട്രോൾ ചെയ്യുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോട്, ജനസംഖ്യ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് പറയുന്നത് അല്ലെ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ ഈ പറഞ്ഞൊരു എന്താണ് കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടുതൽ സീറ്റുകൾ നഷ്ടപ്പെടും എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിന് സീറ്റുകളോ കാര്യങ്ങളോ ഒന്നും നഷ്ടപ്പെടുത്തില്ല എന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ആഭ്യന്തരമന്ത്രി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ ഡീലിമിറ്റേഷൻ എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഭരണഘടന ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മാൻഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സെൻസസിന് ശേഷവും നമ്മുടെ പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളുടെയും എന്ത് ചെയ്യണം, അതിർത്തികൾ റീഡിഫൈൻ ചെയ്യണം. അതിർത്തികൾ എന്ത് ചെയ്യണം, പുനർനിർണ്ണയിക്കണം പറഞ്ഞു. അങ്ങനെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ നമ്പർ 82 ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 82 ആണ്. ഈ ആർട്ടിക്കിൾ നമ്പർ 82 ആണ് നമ്മൾ പറയുന്നത് ഓരോ സെൻസസിന് ശേഷവും ലോക്സഭയുടെ സീറ്റുകൾ എന്ത് ചെയ്യണം, ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യണം, പുനർനിർണ്ണയിക്കണം. ലോക്സഭയുടെ സീറ്റുകൾ ജനസംഖ്യ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യണം, പുനർനിർണ്ണയിക്കണം ഓരോ സെൻസസിന് ശേഷം എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ആർട്ടിക്കിൾ നമ്പർ 81 നമ്മുടെ ലോക്സഭയെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അറിയാം, ഈ ആർട്ടിക്കിൾ നമ്പർ 81 ലോക്സഭയുടെ സീറ്റുകളുടെ എണ്ണം നമ്മൾ മാക്സിമം 550 ആയിട്ട് എന്ത് ചെയ്തു, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ സംസ്ഥാനങ്ങൾക്ക് 530 സീറ്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് 20 സീറ്റുകളും നമ്മൾ എന്ത് ചെയ്തു, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആർട്ടിക്കിൾ നമ്പർ 81 ലോക്സഭയുടെ സീറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡീലിമിറ്റേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള എല്ലാ വിഭാഗത്തിൽ വരുന്ന ജനങ്ങൾക്കും എന്ത് ചെയ്യുന്നു, ഫെയർ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. എവിടെയാണ്, ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും അല്ലെ. ഈ ജനസംഖ്യ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ആൾക്കാരുടെ റെപ്രസെന്റേഷൻ, ആൾക്കാരുടെ എണ്ണത്തിലാണ് മാറ്റം വരുന്നത് അല്ലെ. അപ്പോൾ എല്ലാ വിഭാഗത്തിലും എന്ത് ചെയ്യും, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും അല്ലെ. അപ്പൊ എല്ലാ വിഭാഗത്തിൽ വരുന്ന ജനങ്ങൾക്കും ഈ ജനസംഖ്യ മാറുന്നതിനനുസരിച്ച് ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ഫെയർ ആയിട്ടുള്ള നീതിയായുള്ള റെപ്രസെന്റേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡീലിമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ രാജ്യത്തിന് ആ ഒരു വോട്ട് പ്രക്രിയ നമ്മൾ നോക്കിയിടെ, ഒറ്റ രാഷ്ട്രം ഒറ്റ വോട്ട് എന്നുള്ളതാണ് അല്ലെ. ഒറ്റ രാഷ്ട്രം ഒറ്റ വോട്ടല്ല, മാറിപ്പോയി, ഒരു പൗരന് ഒരു വോട്ട് എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ പോകണം, നമുക്ക് ഒരു വോട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ നമുക്ക് ഒരു വോട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം, നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വോട്ട് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല അല്ലെ. അത് ഞാൻ ഇത് വിഭാഗത്തിൽ എന്താണ് പോപ്പുലേഷൻ കൂടുതലുള്ള വിഭാഗത്തിൽ എനിക്ക് കൂടുതൽ വോട്ട് വേണം, അല്ലെങ്കിൽ കുറഞ്ഞ വിഭാഗത്തിൽ വരുന്ന ആൾക്കാർ പോപ്പുലേഷൻ കുറഞ്ഞ വിഭാഗത്തിൽ വരുന്ന എനിക്ക് കൂടുതൽ വോട്ട് വേണം എന്ന് വല്ല പറയാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ 1 സിറ്റിസൺ 1 വോട്ട് എന്നുള്ളൊരു ഇത് ഒക്കെ നമ്മൾക്ക് ആ ഒരു ഡോക്ടറിനും അല്ലെങ്കിൽ ആ ഒരു അജണ്ടയൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ഈ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ്. കാരണം ജനസംഖ്യ എത്രയാണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അല്ലെ. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഡിറ്റർമൈൻ ദ സീറ്റ്സ് ടു ബി റിസർവ്ഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ദ ഹൗസസ് അല്ലെ. നമുക്കറിയാം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും അവരുടെ ജനസംഖ്യ ആനുപാതികമായിട്ട് അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്, സംവരണ മണ്ഡലം കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഓരോ 10 വർഷം കൂടുന്തോറും പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്കുള്ള സീറ്റ് റിസർവേഷൻ നമ്മൾ ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ 104 ഭരണഘടനാ ഭേദഗതിയും അതേ കാര്യം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, 104 ഭേദഗതി 2019 അല്ലെ. ഇനി അടുത്ത 2029 ആകുമ്പോഴേക്കും അടുത്ത അമെന്റ്മെന്റ് കൊണ്ടുവന്ന് അടുത്തൊരു 10 വർഷത്തേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും സീറ്റ് സംവരണം നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു 10 വർഷത്തേക്ക് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കും അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാ ഇവർക്ക് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സീറ്റ് സംവരണ മണ്ഡലം എങ്ങനെ തീരുമാനിക്കുക, അതും ജനസംഖ്യ അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലെ. അപ്പൊ ജനസംഖ്യ അടിസ്ഥാനമാക്കിയിട്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗ മേഖലകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുകയും കൂടുതൽ ഏതാണ് എന്നുള്ളത് കണ്ടെത്തുകയും ആ മണ്ഡലങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, സംവരണ മണ്ഡലമായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു. അത് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയാണ് ചെയ്യുന്നത്, ഡീലിമിറ്റേഷൻ മുഖാന്തരമാണ് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്ക് 106 ഭരണഘടനാ ഭേദഗതി
വനിതകൾക്കുള്ള 33% സീറ്റ് സംവരണം നടപ്പിലാക്കുന്നതാണ് 106 ഭരണഘടനാ ഭേദഗതി. ആ 106 ഭരണഘടനാ ഭേദഗതിയിൽ 2021 സെൻസസ് പൂർത്തിയാക്കിയതിന് ശേഷം ഡീലിമിറ്റേഷൻ നടന്നതിന് ശേഷം മാത്രമേ ഏതൊക്കെയാണ് വനിതാ സംവരണ മണ്ഡലങ്ങൾ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ റിസർവ്ഡ് മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡീലിമിറ്റേഷൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇനി ഈ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രക്രിയ കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് പാർലമെന്റ് നിയമം മൂലം നമ്മൾ രൂപീകരിച്ചിട്ടുള്ള ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. പാർലമെന്റ് നിയമം മൂലം രൂപീകരിച്ചിട്ടുള്ള ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് എന്ത് നടപ്പിലാക്കുന്നത്, നമ്മുടെ ഡീലിമിറ്റേഷൻ മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ തന്നെ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നമുക്കിത് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ ഡീലിമിറ്റേഷൻ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട പോയിന്റ് മാത്രം പറഞ്ഞുതരാം. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓർ എ ബൗണ്ടറി കമ്മീഷൻ എന്ന് നമ്മൾ വിളിക്കും. ഡീലിമിറ്റേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ബൗണ്ടറി കമ്മീഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ നമ്മൾ ഇതുവരെ 4 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതും PSCയുടെ ചോദ്യത്തിൽ വന്നിട്ടുള്ള, സിവിൽ സർവീസിനെല്ലാം വന്നിട്ടുള്ളതാണ്. എത്ര തവണ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചു? 4 തവണ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. 1952 നമ്മൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് കൊണ്ടുവന്ന് നമ്മൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നമ്മൾ രൂപീകരിച്ചു. 63 നമ്മൾ അടുത്ത എന്ത് ചെയ്തു, ഡീലിമിറ്റേഷൻ നമ്മൾ കമ്മീഷൻ കൊണ്ടുവന്നു. 62 ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് പ്രകാരം. 73 നമ്മൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നമ്മൾ കൊണ്ടുവന്നു. 72 ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് പ്രകാരം. അവസാനമായിട്ട് നമ്മൾ കൊണ്ടുവന്നത് 2002 2002 ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആക്ട് പ്രകാരം. ഓക്കെ, അപ്പൊ എത്ര തവണ ഡീലിമിറ്റേഷൻ കമ്മീഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ 4 തവണയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഏതൊക്കെ വർഷങ്ങളിലാണ് എന്ന് പഠിച്ചിരിക്കണം. ആദ്യം നമ്മൾ കൊണ്ടുവരുന്നത് 52, പിന്നെ 63 വരുന്നു, പിന്നെ നമുക്ക് 73 വരുന്നു, പിന്നെ നമുക്ക് 2002 വരുന്നു. ഈ 4 വർഷം നമ്മൾ എന്ത് കൊണ്ടുവന്നു, ഡീലിമിറ്റേഷൻ കമ്മീഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ, ഇന്ത്യ ഈസ് എ ഹൈ പവർ ബോഡി ഹൂസ് ഓർഡേഴ്സ് ഹാവ് ദ ഫോഴ്സ് ഓഫ് ലോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ തീരുമാനങ്ങൾക്കെല്ലാം എന്താണ്, നിയമപരമായിട്ടുള്ള ഒരു പിൻബലമുണ്ട്. ഒരു നിയമം പോലെ തന്നെയാണ്, നിയമപരമായ പിൻബലമുണ്ട്, അല്ലെങ്കിൽ നിയമം പോലെ തന്നെയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകളെല്ലാം. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്തായിരിക്കും ഡീലിമിറ്റേഷൻ കമ്മീഷൻ തീരുമാനങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? നോക്ക്, ഡീലിമിറ്റേഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിർത്തികൾ പുനർനിർണ്ണയിക്കുന്നത് അല്ലെ. ഇപ്പൊ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ കോടതിയിൽ ചോദ്യം ചെയ്യുകയാണ്. അത് ചിലപ്പോ കോടതിയിൽ ആ കേസിന്റെ വിധി കൽപ്പിക്കാനായിട്ട് ടൈം ചിലപ്പോൾ എന്ത് കൺസ്യൂം ചെയ്യും. അങ്ങനെ ടൈം കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നതിനോട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ തീരുമാനം നമുക്ക് ഉടനെ നടപ്പിലാക്കാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ തെരഞ്ഞെടുപ്പ് അതിനനുസരിച്ച് എന്ത് ചെയ്യും, എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ തീരുമാനങ്ങൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ അന്തിമമാണെന്നും അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വെച്ചിരിക്കുന്നത്. ദീസ് ഓർഡേഴ്സ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എ ഡേറ്റ് ടു ബി സ്പെസിഫൈഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇൻ ദിസ് ബിഹാഫ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ തീരുമാനങ്ങൾ രാഷ്ട്രപതി തീരുമാനിക്കുന്ന ഒരു ഡേറ്റിൽ അത് എന്ത് ചെയ്യും, നിലവിൽ വരും എന്നാണ് പറഞ്ഞത്. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ കോപ്പീസ് ഓഫ് ഇറ്റ്സ് ഓർഡേഴ്സ് ആർ ലേഡ് ബിഫോർ ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി കൺസേൺ ബട്ട് നോ മോഡിഫിക്കേഷൻസ് ആർ പെർമിസിബിൾ ബൈ ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകൾ ലോക്സഭയിലും നമ്മുടെ സംസ്ഥാന നിയമസഭകളിലും എന്ത് ചെയ്യും, വെക്കുന്നതായിരിക്കും. അതിനകത്ത് നമുക്ക് ഈ പറയുന്നതിന്റെ കൂട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നിയമസഭയ്ക്കോ പാർലമെന്റിനോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താനായിട്ട് സാധിക്കത്തില്ല അല്ലെ. നമ്മുടെ 42nd അമെന്റ്മെന്റ് ആക്ട് 1976 ലോക്സഭയിലേക്ക് സംസ്ഥാനങ്ങൾക്കുള്ള സീറ്റുകളും അതേപോലെ സംസ്ഥാന നിയമസഭകളുടെ സീറ്റുകളും 2000 വരെ, ഏത് വർഷം 2000 വരെ നമ്മൾ എന്ത് ചെയ്തു, അങ്ങ് ഫിക്സ് ചെയ്തു. എന്തിനെ അടിസ്ഥാനമാക്കിയിട്ട്, 1971 ജനസംഖ്യയെ അടിസ്ഥാനമാക്കിയിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ 84th അമെന്റ്മെന്റ് ആക്ട് 2001 നമ്മൾ കൊണ്ടുവന്നു. 84th അമെന്റ്മെന്റ് ആക്ട് 2001. ഈ 84th അമെന്റ്മെന്റ് ആക്ട് 2001 നമ്മളെ 1991 സെൻസസിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്നതിനോട്ട് മണ്ഡലങ്ങളും മറ്റും നമുക്ക് എന്ത് ചെയ്യാം, റീ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കൊണ്ടുവന്നു അല്ലെ. അതിനുശേഷം നമ്മൾ 87th അമെന്റ്മെന്റ് ആക്ട് 2003 ആണ്. 87th അമെന്റ്മെന്റ് ആക്ട് ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് 2001 സെൻസസ് അല്ലെ. 87th അമെന്റ്മെന്റ് ആക്ട് ഡീലിമിറ്റേഷൻ നമുക്ക് നടത്താം. 2001 സെൻസസിനെ അടിസ്ഥാനമാക്കിയിട്ട് 91 സെൻസസിനെ അടിസ്ഥാനമാക്കിയല്ല.
ഓക്കെ, അപ്പൊ നമുക്ക് 42ാമത് അമെന്റ്മെന്റ് ആക്ട് ലോക്സഭയിലെ സംസ്ഥാന നിയമസഭയുടെ സീറ്റുകളുടെ എണ്ണം 1971 സെൻസസിനെ അടിസ്ഥാനമാക്കി 2000 വരെ എന്ത് ചെയ്തു ഫിക്സ് ചെയ്തു. 84ാമത് അമെന്റ്മെന്റ് ആക്ട് 2001 പറഞ്ഞു നമുക്ക് ഈ പറയുന്ന സീറ്റുകളുടെ എണ്ണമൊക്കെ മറ്റ് നമുക്ക് 91 സെൻസസിനെ അടിസ്ഥാനമാക്കി ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം നമുക്ക് 87ാമത് അമെന്റ്മെന്റ് ആക്ട് 2003 വന്നപ്പോൾ പറഞ്ഞു നമുക്ക് ഡീലിമിറ്റേഷൻസും മറ്റു കാര്യങ്ങളും 91 സെൻസസിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല 2001 സെൻസസിനെ അടിസ്ഥാനമാക്കിയിട്ട് ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നമ്മൾ പാർലമെന്റ് ആക്ട് പ്രകാരമാണ് രൂപീകരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനിലുള്ള അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ്, എക്സാംസിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നമുക്ക് അംഗങ്ങളായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ സുപ്രീം കോടതി ജഡ്ജ്. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജ്, നിലവിലുള്ള സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജ് എന്തായിട്ട് വരുന്നു? ചെയർമാനായിട്ട് വരുന്നു. രണ്ടാമത്തെ ആളായിട്ട് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർ രണ്ടാമത്തെ അംഗമായിട്ട് വരുന്നു. മൂന്നാമത്തെ അംഗമായിട്ട് വരുന്നത് വെച്ചാൽ ഏത് സംസ്ഥാനത്താണോ ഡീലിമിറ്റേഷൻ നടത്തുന്നത് ആ സംസ്ഥാനത്തിന്റെ ഇലക്ഷൻ കമ്മീഷണർ അംഗമായിട്ട് ആ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ അംഗമായിട്ട് വരും. അപ്പൊ ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം സുപ്രീം കോടതിയിൽ നിലവിലുള്ള ജഡ്ജോ റിട്ടയർഡ് ജഡ്ജോ എന്ത് ചെയ്യും? ഡീലിമിറ്റേഷൻ കമ്മീഷൻ അംഗമാണ്, ചെയർമാൻ അദ്ദേഹമാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർ അംഗമായിട്ട് വരും. ഇനി ഏത് സംസ്ഥാനത്താണോ ഡീലിമിറ്റേഷൻ നടത്തുന്നത് ആ സംസ്ഥാനത്തിന് ഇലക്ഷൻ കമ്മീഷണറും എന്തായിട്ട് വരുന്നതായിരിക്കും? ഈ പറയുന്നതിലോട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ അംഗമായിട്ട് വരുന്നത് ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, ഈ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നിങ്ങളൊന്ന് പോവുക. ഇതിന് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.